നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കർക്കിടക മാസം അങ്ങനെ തിമിർത്ത് പെയ്യുകയാണ്. ഈ സമയത്ത് പണ്ട് മുതലേ നമ്മൾക്ക് ചില പ്രത്യേക ചര്യകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ ഏത് ആചാരമാണെങ്കിലും ഏത് വ്രതമാണെങ്കിലും നമ്മളുടെ മനസ്സിന് കൂടുതൽ നന്മയും നമ്മുടെ ശരീരത്തിന് കൂടുതൽ ആരോഗ്യവും തരുന്ന വിധത്തിലാണ് അത് നിഷ്കർഷിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ കാര്യമെടുക്കാം. ഈ കർക്കിടക മാസത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കാരണം കർക്കിടക മാസത്തിൽ ആകുമ്പോഴേക്കും ഈ മഴയും ഈ പ്രതികൂല കാലാവസ്ഥയും എല്ലാം കൂടെ ആയിക്കഴിയുമ്പോൾ നമ്മുടെ ദഹനം മന്ദീഭവിക്കുമെന്നാണ് പറയുന്നത്. അതായത് എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. നമുക്കറിയാമല്ലോ, അങ്ങനെ കട്ടിയായിട്ടുള്ളതൊന്നും കഴിക്കരുത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടത്? കഞ്ഞി, ചോറ് അതൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ബാക്കി പച്ചക്കറികളൊക്കെ കഴിക്കാം. പക്ഷേ ഈ പച്ചക്കറികളിലുണ്ടല്ലോ, ഈ വറുത്തരച്ച കൂട്ടാൻ, തീയലൊന്നും നമ്മൾ കൂട്ടാൻ പാടില്ല. അത് ഗുരുത്വമുള്ള ഭക്ഷണമാണെന്നാണ് പറയുന്നത്. അഥവാ ഇനി അങ്ങനെ വേണമെന്ന് നിർബന്ധമുള്ളവരുണ്ടല്ലോ, ആ മല്ലിയും മുളകും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് പച്ചയ്ക്ക് തേങ്ങ അരച്ച് അങ്ങനെ നമുക്ക് കൂട്ടാം. അതേപോലെ തന്നെ ഈ എരിവും പുളിയും ഉപ്പും ഒക്കെ കൂടുതൽ ഉള്ള ഭക്ഷണങ്ങൾ, അത് രാജസമായിട്ടുള്ള ഭക്ഷണങ്ങളാണെന്ന് പറയുന്നത്, അത് കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ താമസികമായ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചതും പുളിച്ചതും തലേ ദിവസത്തെയും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കുക. പിന്നെ നമുക്കറിയാമല്ലോ, പത്തില കഴിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇലക്കറികളൊക്കെ കഴിക്കുക. പക്ഷേ നമ്മുടെ മുരിങ്ങയില കഴിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഭക്ഷണത്തിനെ കുറിച്ചുള്ള ആ സാധാരണയായിട്ടുള്ള ഒരു നിഷ്കർഷ. പിന്നെ ഈ സമയത്ത് നമ്മളുടെ പ്രതിരോധ ശക്തി കൂട്ടാനും ഒക്കെ ആയിട്ടുള്ള പല പല കാര്യങ്ങളും നമ്മുടെ പൂർവികർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഔഷധക്കഞ്ഞി. അത് ദഹനത്തിനുമൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മളുടെ പല രോഗങ്ങൾക്കും നല്ലതാണ്. ഒരു രോഗപ്രതിരോധമാണ് ഇതൊക്കെ. കാരണം ഇപ്പോഴേ ഈ സമയത്ത് പകർച്ചവ്യാധിയൊക്കെ കൂടുതലുണ്ടാകുന്ന ഒരു സമയമാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനാണ് ഇതൊക്കെ നമ്മുടെ പൂർവികരൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ ഔഷധക്കഞ്ഞി വയ്ക്കാനായിട്ട് ഏറ്റവും ലളിതമായിട്ട് നമുക്ക് വയ്ക്കാനായിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ വയ്ക്കാം. കുറച്ച് നവരേരിയാണ് ഏറ്റവും നല്ലത്. നവരേരിയും ശകലം ഉലുവ, പിന്നെ അതൊക്കെ കുറച്ച് മതി കേട്ടോ. ഉലുവ, ആശാളി, ഇതിൽ കുറച്ച് ശകലം ഒരു സ്പൂണോ 2 സ്പൂണോ ജീരകം, ഇത്ര എടുത്താൽ മതി. പിന്നെ ചെറുപയർ, ഇത്രയും മതി. ഇത് എല്ലാം കൂടെ ഉലുവ നേരത്തെ വെള്ളത്തിലിടണം, എന്നാലേ അത് ശരിക്ക് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ കുക്കറിലിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഔഷധക്കഞ്ഞി റെഡിയായി. പിന്നെ അതിൽ തേങ്ങ ചിരണ്ടി ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഉപ്പ് ചേർക്കണമെങ്കിൽ അത് ചെയ്യാം. ഇല്ലെങ്കിൽ ചിലപ്പം കരിപ്പെട്ടിയാണ് നല്ലത്, കരിപ്പെട്ടി ഇടാം. അങ്ങനെ നമുക്ക് അത് ഒന്നുകിൽ 7 ദിവസം, ഇല്ലെങ്കിൽ 11, ഇല്ലെങ്കിൽ 14, അല്ലെങ്കിൽ 21, ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്കൊക്കെ പറയുന്നത്. അങ്ങനെ നമുക്ക് കഴിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ രാത്രിയിൽ നമുക്ക് കഴിക്കാം. ഇങ്ങനെ നമുക്ക് സ്വയം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും നമ്മുടെ ഈ കിറ്റ് കിട്ടുന്നുണ്ട്, ഔഷധക്കഞ്ഞിയുടെ കിറ്റ്. അത് വാങ്ങിച്ച് കഴിക്കുക. അത് കഴിക്കുന്നതൊക്കെ നമുക്ക് വളരെ നല്ല കാര്യമാണ്. പിന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ കാര്യം പറഞ്ഞു. അതായത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കൂട്ടാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ. ഇനി നമുക്ക് മനസ്സിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എന്താണ് നമ്മുടെ രാമായണ പഠനവും രാമായണം വായനയും ഒക്കെ തന്നെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ എല്ലാ വർഷവും രാമായണം വായിക്കും. അതിൻ്റെ ആ കഥകൾ കേട്ട് പോവുക മാത്രം ചെയ്യാതെ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ നന്മകൾ, അതായത് ഒരു കുടുംബജീവിതത്തെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, സഹോദര സ്നേഹം, അതുപോലെ തന്നെ ഭാര്യാഭർത്തൃപുത്ര സ്നേഹം,
എല്ലാം ഇങ്ങനെയുണ്ടല്ലോ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, ഗുരുക്കന്മാരോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനെ എല്ലാം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. നമുക്ക് ഓരോന്നും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന വിപത്തുകൾ നമ്മളത് വായിച്ചാൽ മനസ്സിലാകും. അത് നമ്മൾ വായിക്കുക, മനസ്സിലാക്കുക. അത് തന്നെയല്ല, നമ്മുടെ അനന്തര തലമുറയ്ക്ക് നമ്മളതൊന്ന് പകർന്നു കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കർക്കിടക മാസത്തെ ചര്യകളൊക്കെ നമ്മൾക്കും നമ്മളുടെ കുടുംബത്തിനുമൊക്കെ ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന് നമുക്ക് സമാധാനിക്കാം. എല്ലാവർക്കും ഒരു നല്ല കർക്കിടക പുണ്യം ഉണ്ടാവട്ടെ.